നമസ്കാരം. ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൽ മനം നൊന്ത് പ്രതിശ്രുത വധു ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കല്യാണം മുടങ്ങുമെന്ന വിഷമത്തിൽ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. വർക്കല കല്ലമ്പലത്താണ് സംഭവത്തിൽ വരന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ കല്ലമ്പലം സ്വദേശി സുനിലടക്കം 8 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ പണം കടം വാങ്ങിയിരുന്നു. മുതലും പലിശയും ഏറെക്കുറെ അടച്ചു തീർത്തെങ്കിലും പലിശക്കാർ വീണ്ടും ഇവരുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനിടെ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു. ഇതോടെ ഇവർ കടം വീട്ടാൻ കഴിയാത്ത അവസ്ഥയിലായി. തുടർന്നാണ് പലിശക്കാർ ഭീഷണിയുമായി വരന്റെ വീട്ടിലെത്തിയത്. ഇതോടെ വരന്റെ വീട്ടുകാർ വിവാഹം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ വാങ്ങിയ പണവും പലിശയും തിരികെ ആവശ്യപ്പെട്ട് ഒരു സംഘം ആളുകളാണ് വരന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത്. യുവാവിന്റെ അയൽ വീടുകളിൽ എത്തി പെൺകുട്ടിയുടെ വീട്ടുകാർ കടക്കണിയിലാണെന്ന് പറഞ്ഞ് നാണം കെടുത്തുകയും ചെയ്തു. പിന്നാലെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. വിവാഹ പന്തലിലേക്ക് പോയാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞതായും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. ജനുവരി 1-നാണ് വിവാഹം നിശ്ചയിച്ചത്. ഞാൻ പൈസ വാങ്ങിച്ചെന്നത് സത്യമാണ്. എൻ്റെ ഭർത്താവ് മരിച്ചതാണ്. 16-ൻ്റെ അന്ന് 1 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. പിന്നെ 40,000 കൊടുത്തു. 10,000 രൂപ വെച്ച് പലിശ കൊടുത്തു. മുതലും പലിശയും അടക്കം തിരിച്ചു കൊടുത്തു. എന്നിട്ടും പലതവണ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. പരാതി കൊടുത്തിരുന്നു. ഞാൻ പൊതിച്ചോറ് വിറ്റാണ് ജീവിക്കുന്നത്. 1 വർഷം കൊണ്ട് മോളും പ്രതിശ്രുത വരനും സംസാരിക്കുന്നതാണ്. എൻഗേജ്മെൻറ്റ് നല്ല രീതിയിൽ നടത്തിയതാണ്. അന്നൊന്നും ആരും പ്രശ്നത്തിന് വന്നില്ല. വിവാഹം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത്. വിവാഹം മുടങ്ങിയപ്പോൾ എൻ്റെ മോൾ ബോധം കെട്ട് വീണു. മേശയ്ക്കകത്തെ ഗുളിക കഴിച്ചതാണ്. അപ്പോഴേ ആശുപത്രിയിൽ കൊണ്ടുപോയി ഐസിയുവിലാക്കിയെന്നും യുവതിയുടെ അമ്മ പറഞ്ഞു. വിവാഹത്തിന് മുൻപ് പണം വേണമെന്നും ഇനിയും വഴക്കിന് വരുമെന്നും ഒരാൾ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. 100-ന് 10 രൂപ പലിശയ്ക്കാണ് 2022-ൽ 1.5 ലക്ഷം രൂപ കടം വാങ്ങിയതെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. സ്വർണം പണയം വെച്ച് പല തവണകളായി പണം തിരികെ നൽകിയിരുന്നു. മകളുടെ കല്യാണം നടത്തിയിട്ട് ബാക്കി പണം നൽകാമെന്ന് അറിയിച്ചു. എന്നാൽ അതൊന്നും അവർ കേട്ടില്ല. ഇനിയും പണം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് രാത്രിയിൽ ഉൾപ്പെടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി. മാസം 10,000 രൂപ തന്നെ പലിശ ഇനത്തിൽ വാങ്ങുന്നുണ്ടെന്നാണ് വിവരം. 5 മാസം മുമ്പാണ് പ്രതിശ്രുത വധുവിൻ്റെ പിതാവ് മരിച്ചത്. വിദേശത്ത് ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയുമായിട്ടാണ് യുവതിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൊല്ലത്ത് പ്രതിശ്രുത വരൻ്റെ വീട്ടിലും ഗുണ്ടാസംഘം എത്തിയത്. വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഭീഷണിപ്പെടുത്തി. ഇല്ലെങ്കിൽ കൊല്ലുമെന്നായിരുന്നു ഇവരുടെ ഭീഷണി. ഇതോടെയാണ് യുവാവ് പിന്മാറിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.